ഹായ് എവരി വൺ, KS ഓണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ പ്രിലിംസിനും മെയിൻസിനും വളരെയധികം പ്രാധാന്യത്തോടുകൂടെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സാധാരണ പരീക്ഷകളിൽ 5 മാർക്കിനും ഇനി വരുന്ന SI മെയിൻസ് എക്സാമിന് 7 മാർക്കിനും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഴുവൻ മാർക്കും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഗൗരവത്തോടുകൂടെ സമീപിക്കേണ്ട ഒരു സബ്ജക്റ്റാണിത്. ഇനി എല്ലാവരും UPSCക്കായാലും കേരള PSCക്കായാലും റെഫർ ചെയ്യാൻ പറയുന്ന ടെക്സ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്ക് ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റ് തന്നെയാണ് ഈ ക്ലാസ്സിനും റെഫറൻസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കണം, ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആര് എന്ന ചോദ്യം നമ്മൾ പല PSC എക്സാംസിലും കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. 1934 MN റോയ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു അധികായനായിരുന്ന വ്യക്തിയാണ് MN റോയ്. അദ്ദേഹമാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഫോർമലി ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷനിൽ ചിലപ്പോൾ മഹാത്മാഗാന്ധി എന്ന് തരാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തരാം. അപ്പോൾ MN റോയ് എന്ന വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട പോയിന്റ്. സെക്കൻഡാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1935 ഔദ്യോഗികമായിട്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതധികം ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാൽ ഒന്നാമത്തെ പോയിന്റ് ഇപ്പോൾ തന്നെ പഠിക്കുക. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ November 1946 അണ്ടർ ദ സ്കീം ഫോർമുലേറ്റഡ് ബൈ ക്യാബിനറ്റ് പ്ലാൻ. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത് പല പരീക്ഷകൾക്കും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരത്തക്ക രീതിയിൽ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാറുണ്ട്. ക്രിപ്സ് മിഷൻ എന്ന് കാണാം, സൈമൺ കമ്മീഷൻ എന്ന് കാണാം. സോ ക്യാബിനറ്റ് മിഷൻ ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 1946 വന്ന ക്യാബിനറ്റ് മിഷൻ പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാനായിട്ട് ബ്രിട്ടൻ അനുമതി നൽകിയത്. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട അത്ര പ്രധാനപ്പെട്ടതല്ലെങ്കിലും മനസ്സിലൊന്ന് ഓർത്തിരിക്കുക. പരീക്ഷകൾക്കധികം ചോദിച്ചിട്ടില്ല. ഈ സ്ലൈഡിൽ വരുന്ന 3 പോയിന്റ് എന്താണ്? ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ടു ബി 389. ഇതിൽ 296 സീറ്റ്സ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസിനും 93 പ്രിൻസിലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങൾക്കുമാണ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ടു ബി പാർട്ട്ലി ഇലക്റ്റഡ് ആൻഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡി. പ്രത്യേകിച്ചും ഈ പ്രോവിൻഷ്യൽ പ്രിൻസിലി സ്റ്റേറ്റ്സ് നാട്ടുരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നോമിനേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പലയിടത്തും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫുള്ളി ഇലക്റ്റഡ് ബോഡിയാണോ അല്ലെങ്കിൽ ഫുള്ളി നോമിനേറ്റഡ് ബോഡിയാണോ, അതോ ഭാഗികമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ഭാഗികമായി ഇലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തവരുടെ കൂട്ടമാണോ എന്നൊക്കെ. അപ്പം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അന്ന് ഇന്ത്യയിൽ ഇങ്ങനെ ഫുള്ളി ഇലക്ഷനായിട്ട് നടത്താനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഭാഗികമായി ഇലക്റ്റ് ചെയ്യപ്പെട്ട കുറച്ച് പേരും ഉണ്ടായിരുന്നു, നോമിനേറ്റ് ചെയ്യപ്പെട്ട കുറച്ച് പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ഇലക്ഷൻസ് നടന്ന സ്ഥലങ്ങളിൽ 1946 ജൂലൈ ഓഗസ്റ്റ് ഈ സമയമാണ് നടന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അന്ന് പ്രാധാന്യത്തോടു ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒത്തിരി സ്ഥലങ്ങളിൽ വ്യാപിച്ചിരുന്നത്. മുസ്ലിം ലീഗും മറ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം വളരെ കുറച്ച് ആ സമയത്ത് അതിൻ്റെ സ്പ്രെഡ് വളരെ കുറച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ സംശയമില്ലാതെ തന്നെ നമ്മൾ ഓർപ്പിക്കണം, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു. 208 സീറ്റ് ആയിരുന്നു. മുസ്ലിം ലീഗിന് 73 സീറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മറ്റ് ചെറുകിട പാർട്ടികൾക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന ആളുകൾക്ക് എല്ലാവർക്കും കൂടെ 15 സീറ്റും ലഭിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഐഡിയാസ് നമുക്ക് വേണ്ടത്. പാർട്ട്ലി ഇലക്റ്റഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡി ആയിരുന്നു. കോൺഗ്രസിനായിരുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത്. ഇത്രയും മനസ്സിലിരിക്കട്ടെ. ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യ മീറ്റിംഗ് കൂടിയത് December 9, 1946 ആണ്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹെൽഡ് ഇറ്റ്സ് ഫസ്റ്റ് മീറ്റിംഗ് ഓൺ December 9, 1946. The Muslim League boycotted the meeting. The meeting was thus attended by only 211 members. അപ്പോൾ മുസ്ലിം ലീഗ് ബോയ്ക്കോട്ട് ചെയ്തത് കൊണ്ട് തന്നെ വെറും 211 മെമ്പേഴ്സാണ് ആദ്യത്തെ മീറ്റിങ്ങിന് പങ്കെടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഡേറ്റ് ഓർമ്മിക്കുക. ഇത് December 6 എന്നൊക്കെ പറഞ്ഞ് മാറ്റിത്തരാം. December 9, 1946 വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ദ ഓൾഡസ്റ്റ് മെമ്പർ, വാസ് ഇലക്റ്റഡ് ആസ് ദ ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദ അസംബ്ലി ഫോളോയിങ് ദ ഫ്രഞ്ച് പ്രാക്ടീസ്. നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് ഒരു പ്രോട്ടം സ്പീക്കറിനെ ഇലക്ട് ചെയ്യും. കാരണം സ്പീക്കർ ഇലക്ഷൻ പിന്നെയാണ് നടക്കുന്നത്. അതുവരെ താൽക്കാലികമായിട്ട് അധ്യക്ഷ പദവിയിലിരിക്കാൻ ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അത് സാധാരണ ചെയ്യുന്നത് ആ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിക്ക്,
അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് അദ്ദേഹത്തിനായിരിക്കാം. അങ്ങനെ ആ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെയാണ് നമുക്ക് സാധാരണയായിട്ട് പ്രോട്ടേം സ്പീക്കറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ആകുക. അത് ഒരു ഫ്രഞ്ച് പ്രാക്ടീസാണ് എന്നുള്ളത് കൂടെ മനസ്സിലിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഓക്കെ, അതൊരു ഫ്രഞ്ച് പ്രാക്ടീസ് ആയിരുന്നു എന്നുള്ളത് കൂടെ ഓർമ്മിക്കുക. അതിനുശേഷം ഇലക്ഷൻ നടന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനായിരുന്നു സ്ഥിര പ്രസിഡൻ്റായിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അറിയാതിരിക്കുന്ന ഒരു ഫാക്റ്റ് തന്നെയായിരിക്കും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഇപ്പോൾ ഉള്ള പോലെ ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ അന്നുണ്ടായിരുന്ന വൈസ് പ്രസിഡൻ്റായിട്ട് അന്ന് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടവർ ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരി. നമുക്കറിയാം, ഇപ്പോഴും നമുക്ക് പാനൽ ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ് രാജ്യസഭയിലുണ്ടായിരിക്കും. ഈ ഇടയ്ക്ക് PT ഉഷ ചെയർമാൻ്റെ സീറ്റ് അദ്ദേഹം ആബ്സെൻ്റ് ആയിരുന്ന സമയത്ത് PT ഉഷ അധ്യക്ഷ പദവിയിലിരുന്ന കാര്യമൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലിരിക്കട്ടെ. അതുപോലെ തന്നെയായിരുന്നു HC മുഖർജിയും VT കൃഷ്ണമാചാരിയും പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിൻ്റെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കാനായിട്ട് 2 പേരുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ്, അത് എന്തായി പിൽക്കാലത്ത് മാറി എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലക്ഷ്യപ്രമേയം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിളിൻ്റെ ഒരു മുന്നോടിയായിരുന്നു ഇത്. ജവഹർലാൽ നെഹ്റു ഡിസംബർ 13, 1946 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം എന്നുള്ള രീതിയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതിൽ പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ഭരണഘടന ഉദ്ദേശിക്കുന്നത്, ഭരണഘടനയുടെ ഫിലോസഫി എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. അതിനെ പിന്നെ എന്ത് ചെയ്തു? അതിനെ എഡിറ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് നമ്മൾ ഇന്ത്യയുടെ പ്രിയാമ്പിളാക്കി മാറ്റി. അപ്പോൾ അത് എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത്, ഈ ഡേറ്റ് കൃത്യമായിട്ട് മിക്കവരും പഠിച്ചിട്ടുണ്ടാകും. പണ്ടത്തെ പാറ്റേൺ തൊട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്, എന്നാണ് എന്നൊക്കെ. ഓക്കെ, പക്ഷേ ഇത് ചിലപ്പോൾ പലരും വിട്ടുപോകുന്ന പോയിന്റ് ആയിരിക്കും സെക്കൻഡ് തിങ്, അതായത് എപ്പോഴാണ് ഇത് അഡോപ്റ്റ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തത്? 1947 ജനുവരി 22 അഡോപ്റ്റ് ചെയ്തത്. നെക്സ്റ്റ്, ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വഹിച്ച ചില പ്രധാനപ്പെട്ട ചുമതലകൾ അല്ലെങ്കിൽ അവർ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഇറ്റ് റാറ്റിഫൈഡ് ദ ഇന്ത്യസ് മെമ്പർഷിപ്പ് ഓൺ കോമൺവെൽത്ത് ഇൻ മെയ് 1949. ബ്രിട്ടൻ്റെ കോളനികളായിരുന്ന അവരുടെ ഒരു ഗ്രൂപ്പാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ മെമ്പർഷിപ്പ് റാറ്റിഫൈ ചെയ്തു 1949. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഫ്ലാഗ് 1947 ജൂലൈ 22 അഡോപ്റ്റ് ചെയ്തത്. ഇത് പലർക്കും ഈ ഇയർ കൺഫ്യൂഷൻ, ഡേറ്റ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് 1947 ഓഗസ്റ്റ് 15 ഫ്ലാഗ് ഉയർത്തണം. അപ്പം തൊട്ട് തലേ മാസമെങ്കിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണമെന്ന് മനസ്സിൽ ഓർമ്മിക്കുക. അങ്ങനെ ഓഗസ്റ്റിൻ്റെ തലേ മാസമായിട്ടുള്ള ജൂലൈ 22 ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. എങ്കിലേ അടുത്ത മാസം നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ ഈ ഫ്ലാഗ് ഉയർത്തണം, ഹോയിസ്റ്റ് ചെയ്യണം അല്ലേ. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാനുള്ളൊരു പൊടിക്കൈ, അങ്ങനെ ഓർമ്മിക്കുക. ഇനി ഇറ്റ് അഡോപ്റ്റഡ് നാഷണൽ ആന്തം ഓൺ ജനുവരി 24, 1950. ഇത് ഓർമ്മിക്കണമെങ്കിൽ നമുക്ക് 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് എന്താണ് മസ്റ്റാണ് റിപ്പബ്ലിക് ഡേ പരേഡ്. അപ്പോൾ അവിടെ എന്താണ് നാഷണൽ ആന്തം പാടണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പെങ്കിലും ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെടിപ്പാകണം. അപ്പോൾ ഇതെന്താണ്, അപ്പോഴാണ് നമ്മൾ നാഷണൽ ആന്തമായിട്ട് അംഗീകരിച്ചത് എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി ഇറ്റ് അഡോപ്റ്റഡ് നാഷണൽ സോങ്, നാഷണൽ ആന്തവും നാഷണൽ സോങ് ജനഗണമനയും വന്ദേ മാതരവും രണ്ടും ഒരേ ദിവസം തന്നെയാണ്. രണ്ടും റിപ്പബ്ലിക് ഡേക്ക് പരേഡിന് പാടുമെന്ന് ഓർമ്മിക്കുക. 1950 ജനുവരി 26 2 ദിവസം മുമ്പ് 2 ഗാനങ്ങൾ നമ്മൾ അംഗീകരിച്ചു. ഇനി സെയിം ഡേറ്റിൽ തന്നെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ്, ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് തന്നെ ഇന്ത്യക്ക് ഇലക്റ്റഡ് ആയിട്ടൊരു പ്രസിഡന്റ് ഉണ്ട് എന്നതും ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുക, നമുക്ക് അതിന് മുമ്പ് 2 ദിവസമെങ്കിലും നമുക്ക് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്തെടുക്കണം അല്ലേ ഇന്ത്യയുടെ. അപ്പോൾ അങ്ങനെ ഈ 3 കാര്യങ്ങളും ഒരേ ദിവസമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലിരിക്കട്ടെ. ആകെ കൂടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള നാഷണൽ ഫ്ലാഗാണ്. നാഷണൽ ഫ്ലാഗിൻ്റെ കാര്യം ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസുമായിട്ട് കണക്ട് ചെയ്യുക, ബാക്കിയെല്ലാം ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് കണക്ട് ചെയ്യുക. നെക്സ്റ്റ്, കമ്മിറ്റീസ്.
ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഇവിടെയാണ്. പ്രധാനമായിട്ടും മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചോദിക്കുന്നത്. അതിനുള്ളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻസ് ആണ് PSC മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ UPSC മുതലെടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. ഉദാഹരണം, ജവഹർലാൽ നെഹ്റുവായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റീസ് നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും സംശയം വരുന്നത് സ്റ്റേറ്റ്സ് കമ്മിറ്റി സർദാർ പട്ടേലാണോ എന്നാണ്. കാരണം സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് സർദാർ പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമുക്കറിയാം. അതുകൊണ്ട് അതായിരിക്കും മിക്കവരും കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അത് കൺഫ്യൂഷൻ ഇപ്പോഴേ വിടുക. ഇത് ഇപ്പോൾ തന്നെ പഠിക്കുക. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആൻഡ് സ്റ്റേറ്റ്സ് കമ്മിറ്റി, ഇത് മൂന്നും ജവഹർലാൽ നെഹ്റു ആണ്. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേലാണെന്ന് ഓർമ്മിക്കുക. പിന്നെ വേറെയൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റി, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയസ്. ഇത് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. കൺഫ്യൂഷൻസ് വരുന്നത് സ്റ്റേറ്റ്സ് കമ്മിറ്റിയിലും പിന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിലും ആരാണ് എന്നുള്ളതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് കൃത്യമായിട്ട് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്, ഡോക്ടർ BR അംബേദ്കർ ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഒന്ന് നോക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായിട്ട് ബന്ധപ്പെട്ട 2 കമ്മിറ്റിയുണ്ട്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റി. ഓക്കെ, ഇപ്പം വണ്ടിയുടെ സ്റ്റിയറിംഗ് പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് റൂൾസ്, റോഡ് നിയമങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ ഓർമ്മിക്കുക. റൂൾസ് ഓഫ് പ്രൊസീജിയർ, കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് റോഡ് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അത് ഓർമ്മിക്കുക. അപ്പോൾ റൂൾസ് ഓഫ് പ്രൊസീജിയറും സ്റ്റിയറിംഗ് കമ്മിറ്റി, ഇത് രണ്ടും നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഓർമ്മിക്കുക. നെക്സ്റ്റ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് 1-2 എക്സാംസിനൊക്കെ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഡോക്ടർ BR അംബേദ്കർ ആണെന്നുള്ളത് അറിയാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എപ്പോഴാണ് സെറ്റപ്പ് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ആദ്യമായിട്ട് മീറ്റിംഗ് ഒക്കെ കൂടി പിന്നെയും ഒക്കെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെറ്റ് ചെയ്യുന്നത്. 1947 ഓഗസ്റ്റ് 29, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് ഓർമ്മിക്കുക. ഓഗസ്റ്റ് 29 ആരൊക്കെയാണ് മെമ്പേഴ്സ് നോക്കിക്കേ? ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, BL മിത്തറിനെ റീപ്ലേസ് ചെയ്താണ് അദ്ദേഹം വന്നത്. TT കൃഷ്ണമാചാരി, DP ഖൈത്താൻ എന്ന വ്യക്തിയെ റീപ്ലേസ് ചെയ്താണ് അദ്ദേഹം വന്നത്. അപ്പോൾ എന്തായാലും ഇവരും അംഗമായിരുന്നത് കൊണ്ട് ഇത്രയും പേരുടെ പേര് ഓർമ്മിക്കുക. കാരണം താഴെ പറയുന്നതിൽ ആരൊക്കെ ആയിരുന്നു അംഗമായിരുന്നത് എന്നുള്ളത് കൊണ്ട് ഇവരുടെ പേരുകൾ വന്നാലും അംഗമായിട്ട് തന്നെ നമ്മൾ കണക്കിലെടുക്കണം. ഓക്കെ, നെക്സ്റ്റ്, Constitution as adopted on 1949 November 26 contained a preamble, 395 articles and 8 schedules. അപ്പോൾ 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 ആർട്ടിക്കിളും 8 സ്കെഡ്യൂളുമാണുള്ളത്. ഇന്ന് നമുക്ക് 12 സ്കെഡ്യൂളുണ്ട്. അപ്പോൾ 395 ആർട്ടിക്കിളിനുള്ളിലാണ് നമ്മൾ ഇപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നതെങ്കിലും അതിനിടയിൽ ഒരുപാട് അഡീഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ എണ്ണം കൊടുത്താൽ അതിൽ നിന്ന് ഒത്തിരി കൂടുതലായിരിക്കും. പക്ഷേ 395 എന്നൊരു ചട്ടക്കൂടിനുള്ളിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. എത്ര പാർട്ടാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? മോഡേൺ മനു ആരാണ് എന്നുള്ളതൊക്കെ BR അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് ഒരു ഔദ്യോഗിക ചിഹ്നമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഔദ്യോഗിക മുദ്ര എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് ഒരു ഔദ്യോഗിക മുദ്രയുണ്ട്, അത് എലിഫൻ്റ് ആയിരുന്നു. ഇനി സർ BN റാവു ആയിരുന്നു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ ടു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. ഓക്കെ, BN റാവു. അടുത്ത, HVR അയ്യങ്കാർ വാസ് ദ സെക്രട്ടറി ടു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ സെക്രട്ടറി HVR അയ്യങ്കാർ ആണ്. അധികം ചോദിച്ച് കണ്ടിട്ടില്ല. SN മുഖർജി വാസ് ദ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതെല്ലാം ലക്ഷ്മികാന്തിൽ പറയുന്നത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഇതൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. പ്രേം ബിഹാരി നാരായൺ റൈസാദ വാസ് എ കാലിഗ്രഫർ. അന്ന് കാലിഗ്രഫി ചെയ്ത ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൈകൊണ്ട് എഴുതിയതാണ്. അപ്പോൾ കാലിഗ്രഫി ചെയ്തത് പ്രേം ബിഹാരി നാരായൺ റൈസാദ എന്ന വ്യക്തിയാണ്. The original constitution was handwritten by him
ഇൻ എ ഫ്ലോയിങ് ഇറ്റാലിക് സ്റ്റൈൽ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് കൈകൊണ്ട് എഴുതിയത്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തത് ആരാണെന്നുള്ളത് അന്ന് ശാന്തിനികേതനിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റായ നന്ദലാൽ ബോസാണ് പ്രധാനമായിട്ടും അത് ചെയ്തത്. പിന്നെ ബിയോഹാർ റാം മനോഹർ സിൻഹ എന്നൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. നന്ദലാൽ ബോസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് ഓർമ്മിക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റിലോട്ട് നമ്മൾ വരികയാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്, അപ്പം അതിനൊരു ഹിന്ദി പരിഭാഷ കൂടെ വേണം എന്നുള്ളത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് 58th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1987 ഇൻസേർട്ടഡ് എ ന്യൂ ആർട്ടിക്കിൾ 394A ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പാർട്ട് 22. According to this, the President shall cause to be published under his authority the translation of the Constitution in Hindi language. ഹിന്ദി ലാംഗ്വേജിലും കോൺസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പണ്ടത്തെ ലക്ഷ്മികാന്തിൻ്റെ എഡിഷൻസിൽ ഇത് കണ്ടിട്ടില്ല. പുതിയ ലക്ഷ്മികാന്തിൻ്റെ എഡിഷനിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അഡീഷൻ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. 58th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1987 സംഭവിച്ച അതിൽ ഹിന്ദി ട്രാൻസ്ലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ വേണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒന്നുകൂടെ നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കുക. 389 മെമ്പേഴ്സ് ആയിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് എ പാർട്ട്ലി ഇലക്റ്റഡ് ആൻഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡി എന്നുള്ളത് മനസ്സിലുണ്ടായിരിക്കണം ഐഡിയ. പിന്നെ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് എന്നൊരു കാര്യം മനസ്സിലുണ്ടായിരിക്കട്ടെ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് കൂടിയ ദിവസം ആരായിരുന്നു ടെമ്പററി പ്രസിഡൻ്റ് ആയിരുന്നത്? പിന്നെ പെർമനൻ്റ് പ്രസിഡൻ്റ് ആരായിരുന്നു? നമുക്ക് വൈസ് പ്രസിഡൻറ്റിൻ്റെ പേര് ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഇനി ചോദിച്ചാലോ. HC മുഖർജി, PT കൃഷ്ണമാചാര്യമായിരുന്നു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആരാണ് അവതരിപ്പിച്ചത്? എന്നാണ് അവതരിപ്പിച്ചത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എപ്പോഴാണത് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളത് ഓർമ്മിക്കുക. പിന്നെ കോമൺവെൽത്ത് മെമ്പർഷിപ്പ് റാറ്റിഫൈ ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷേ ഈ 10th ലെവൽ മുതലുള്ള PSC എക്സാംസിനെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ഫ്ലാഗ് എന്താണ്, നാഷണൽ ആന്തം എന്താണ്, എപ്പോഴാണ് പിന്നെ സോങ് എപ്പോഴാണ്, രാജേന്ദ്ര പ്രസാദിനെ എപ്പോഴാണ് നമ്മൾ പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്തത്, ഈ ഡേറ്റ്സ് എല്ലാം അതെല്ലാം ഇവർ റാറ്റിഫൈ ചെയ്ത ദിവസങ്ങൾ ചോദിച്ചിട്ടുണ്ട്, വർഷം ഉൾപ്പെടെ. ഇനി കമ്മിറ്റീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ലൈഡ്സ് കിട്ടുമ്പം കളർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേലും തമ്മിലാണ് എപ്പോഴും കൺഫ്യൂസ് ചെയ്തിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കോഡ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും റിപ്പീറ്റ് ചെയ്യാനും സാധ്യതയുള്ളത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഉള്ളതാണ്. പിന്നെ അംബേദ്കറിനെ പറ്റി നമുക്ക് സ്വാഭാവികമായിട്ട് എപ്പോഴും നമ്മൾ ആയിട്ടുള്ള കുറച്ച് വിശേഷണങ്ങളാണ് ഈ പോയിൻ്റ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ കാലിഗ്രാഫർ ആരാണ്, പിന്നെ അതിൻ്റെ ആർട്ടിസ്റ്റ് ആരായിരുന്നു, ഈ കാര്യങ്ങൾ. ഹിന്ദി ടെക്സ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ചോദിച്ച് കണ്ടിട്ടില്ല, ഇനി ചോദിച്ചാലോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.